ഹലോ, അസ്സലാമു അലൈക്കും, നമസ്കാരം. എന്താണ് വിശേഷമൊക്കെ? അപ്പോൾ ഇത്രയധികം ബീഫ് കിട്ടിയിട്ട് ഒരു ബീഫ് ബിരിയാണി ഉണ്ടാക്കിയില്ലെങ്കിൽ അത് ചെറിയൊരു വിഷമാവുമല്ലോ. അത് കാരണം ബീഫ് ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ട്. ബീഫ് ബിരിയാണി ഉണ്ടാക്കിയത് ഇപ്പോൾ പറഞ്ഞു തരാം. അതിൻ്റെ മുന്നേ ഞാനിതാ ഒരു അച്ചാർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് അധികം സമയമൊന്നും ഇല്ലാതെ ഒരു 5 മിനിറ്റിനുള്ളിലൊക്കെ ഒരു അച്ചാർ ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ ഈ ഒരു അച്ചാർ ഉണ്ടാക്കിയെടുത്താൽ മതി. അതും ബിരിയാണിയുടെ കൂടെ മാത്രം കഴിക്കാൻ വേണ്ടിയിട്ട് അത്രയും ടേസ്റ്റിയാണ് ഈ ഒരു അച്ചാറിന്. അപ്പോൾ ഈ അച്ചാർ എങ്ങനെ ഉണ്ടാക്കണമെന്ന് അറിയണമെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ ഇട്ടുതരാം. ഉപ്പും പുളിയും മധുരവും എരിവും എല്ലാം കൂടിയിട്ടുള്ള ഒരു അച്ചാറാണ്. നമുക്ക് ബിരിയാണിയുടെ കൂടെ പറ്റുന്ന ഒരു അച്ചാറാണ്. ഇനി അതൊക്കെ പോട്ടെ, നമുക്ക് ബിരിയാണി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാമല്ലോ. അപ്പോൾ അതിന് 3 സബോള, 3 തക്കാളി, 8 പച്ചമുളക്, പിന്നെ ഇതാ കുറച്ച് വെളുത്തുള്ളി, പിന്നെ ചെറിയതാണ് 2 പീസ് ഇഞ്ചി, പിന്നെ ഇതാ കുറച്ച് മല്ലിയില. അപ്പോൾ ഇത്രയൊക്കെയാണ് എടുത്തേക്കുന്നത്. പിന്നെ ഇതാ 1 കിലോ ബീഫാണ് കേട്ടോ. അപ്പോൾ 1 കിലോ ബീഫിനാണ് ഇത്ര 3 സബോളയും 3 തക്കാളിയും പിന്നെ ഒരു 8 പച്ചമുളക്. ഉണ്ടമുളകാണ്, നല്ല എരിവുള്ള മുളകാണ്. അത് കാരണമാണ് 8 എണ്ണം എടുത്തേക്കുന്നത്. നമ്മൾ എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളകാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടി ചതക്കലും അരിയിലും എല്ലാം കഴിഞ്ഞ് കൊടുന്ന് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്കിതെല്ലാം കൂടി തിരുമ്മിയെടുക്കാൻ വേണ്ടിയിട്ടാണ്, വഴറ്റിയിട്ടൊന്നല്ല നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. ബീഫ് ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അത് ആ ഒരു പാത്രത്തിലേക്ക് ബീഫ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ കഴുകി വാര വെച്ചതാണ്. അപ്പോൾ നെയ്യുള്ള പീസൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. ബിരിയാണി അല്ലേ, അപ്പോൾ നെയ്യൊക്കെ വേണമല്ലോ വിചാരിച്ചിട്ട് നെയ്യുള്ള പീസ് തന്നെയാണ് എടുത്തേക്കുന്നത്. ഇനി സബോള അരിഞ്ഞത് അതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഈ ഒരു 3 സബോള തന്നെ വേണം കേട്ടോ 1 കിലോന്. അപ്പോൾ എടുക്കുന്നതിനനുസരിച്ചിട്ട് കൂട്ടും കുറക്കൊക്കെ ചെയ്യാം കേട്ടോ. ബീഫ് എടുക്കുന്നതിനനുസരിച്ചിട്ട്. പിന്നെ ഇതാ തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതാ ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ പച്ചമുളക്, അപ്പോൾ അത് ചതച്ചതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതാ മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുക. ഇനി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം. അപ്പോൾ അത് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഗരം മസാലപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ ബിരിയാണി മസാല ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ സാധാരണ ഗരം മസാലയാണ്, അതിൽ കൂടെ കുറച്ച് സാജീരകമൊക്കെ കൂടി ഇട്ടിട്ട് പൊടിച്ചെടുത്തതാണ് കേട്ടോ. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. ഇനി ഇതാ കുറച്ച് തൈര് ഒഴിച്ച് കൊടുക്കണം കേട്ടോ. പുളിയുള്ള മോരാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ അതും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു ചെറുനാരങ്ങയും കൂടി പിഴിഞ്ഞൊഴിച്ച് കൊടുക്കണം. അപ്പോൾ ചെറുനാരങ്ങ നീരും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു ചെറുനാരങ്ങ മുഴുവനായിട്ട് തന്നെ പിഴിഞ്ഞൊഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഒരു തണ്ട് കറിവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ട് കൊടുക്കണം. ഇനി ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് കൈ വെച്ചിട്ട് നന്നായി തിരുമ്പി യോജിക്കണം. അപ്പോൾ കൈ നന്നായി കഴുകിയിട്ട് കൈ വെച്ചിട്ട് തന്നെ തിരുമ്പി യോജിപ്പിക്കുക കേട്ടോ. അല്ലാണ്ട് സ്പൂൺ വെച്ചിട്ട് കയ്യിൽ വെച്ചിട്ടൊന്ന് ഇളക്കിയാലൊന്നും ശരിയാവില്ല. ആ തക്കാളിയും സബോളയും ഒക്കെ ഒന്ന് ഉടഞ്ഞ് വരെ നമ്മൾ കൈ വെച്ച് കണ്ടിരുന്നത് ഇതുപോലെ തിരുമ്പി യോജിപ്പിക്കണം. എന്നാലാണ് നമുക്ക് ആ വിചാരിച്ച ബീഫ് ബിരിയാണിയുടെ ആ ടേസ്റ്റ് കിട്ടുള്ളൂ കേട്ടോ. അല്ലാണ്ട് നമ്മൾ വഴറ്റിയിട്ടൊന്നല്ലല്ലോ ഉണ്ടാക്കിയെടുക്കുന്നത്. പച്ച മസാലയിൽ തന്നെയാണ് നമ്മളിത് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അത് കാരണം കൈ വെച്ച് നന്നായി തിരുമ്പിയതിന് ശേഷം ഇതാ ഒരു കുക്കറിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. വലിയ പീസാണ്. അപ്പോൾ നമ്മൾ കുക്കറിലിട്ട് വേവിച്ചാൽ തന്നെയാണ് പെട്ടെന്ന് വെന്ത് വരുള്ളൂ. അല്ലാണ്ട് നമ്മൾ അടുപ്പിലും ഗ്യാസുമേലൊക്കെ വെക്കുകയാണെങ്കിൽ കുറേ നേരം വെച്ചിട്ട് ഇരിക്കേണ്ടി വരും. ഇനി ആ പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇത് വേവാനുള്ള വെള്ളമാക്കിയിട്ട് നമുക്ക് കുക്കറിൽ അടച്ച് വെക്കാം. നമുക്കിത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു 8-9 വിസിലടിച്ചോട്ടെ കേട്ടോ. ബീഫ് അങ്ങോട്ട് നന്നായി അങ്ങോട്ട് വെന്ത് വന്നോട്ടെ. അപ്പോൾ അതൊരു 4 വിസിൽ ഹൈ ഫ്ലെയിമിലും പിന്നെ ബാക്കിയുള്ളത് മീഡിയത്തിലും വെച്ച് കൊടുത്താൽ മതി. എന്നിട്ട് അത് അങ്ങോട്ട് വെന്ത് വരട്ടെ. അപ്പോഴും നമുക്ക് അരി എടുക്കാം. അരി നമ്മൾ നെയ്ച്ചോറ് പോലെ വെക്കാനാണ് കേട്ടോ. അപ്പോൾ അതാ ഈ 250 ഗ്രാമിൻ്റെ കപ്പ് കൊണ്ട് 3 കപ്പ് അരിയാണ് നമ്മൾ എടുക്കുന്നത്. നെയ്ച്ചോറിൻ്റെ അരിയാണ് എടുക്കുന്നത്. ചെറിയ അരി വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ബിരിയാണി ഉണ്ടാക്കി എടുക്കുന്നത്. അതേ കപ്പിൽ 4.5 കപ്പ് വെള്ളമാണ് കേട്ടോ നമ്മൾ എടുക്കുന്നത്. ആ ഒരു കപ്പിൽ 4.5 കപ്പ് വെള്ളം എടുത്താൽ നമുക്ക് ഒരു 3/4 വേവായിട്ട് റൈസ് വെന്ത് വരും. അപ്പോൾ അങ്ങനെ വെള്ളത്തിൻ്റെ അളവും കൂടി ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. നമ്മൾ ഈ ഒരു നാഴി അരിക്ക് 2 നാഴി വെള്ളം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വെക്കുകയാണെങ്കിൽ നമുക്കത് ചോറ് നന്നായി വെന്ത് വരും. അപ്പോൾ നമുക്കതൊരു 3/4 വേവായിട്ടേ വരണ്ടുള്ളൂ. അപ്പോൾ 4.5 കപ്പ് വെള്ളമാണ് കേട്ടോ എടുത്തേക്കുന്നത്. അപ്പോൾ അതെടുത്തു. ഇനിയിപ്പോൾ ഒരു ഉരുളി വെച്ചിട്ടുണ്ട്. ഇനി അതൊന്ന് ചൂടായി വരുമ്പോഴത്തേനും നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. നമ്മളത് വഴറ്റിയിട്ടൊന്നല്ല നെയ്ച്ചോറ് ഉണ്ടാക്കി എടുക്കുന്നത്. ഈ വെള്ളത്തിലേക്ക് എല്ലാ മസാലകളും ഇട്ട് കൊടുത്തിട്ട്, മസാലകൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഗ്രാമ്പു, പട്ട, ഏലക്ക അങ്ങനെയുള്ളതുണ്ടല്ലോ. അപ്പോൾ ഇതാ പെരിഞ്ചീരകം ഇട്ട് കൊടുത്തു, ഇതാ പട്ട ഇട്ട് കൊടുത്തു, ഇനി ഗ്രാമ്പു, ഏലക്ക, അപ്പോൾ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ കുരുമുളക് ഇട്ട് കൊടുക്കാൻ മറന്നതാണ്. നിങ്ങൾ കുരുമുളക് കൂടി ഇട്ട് കൊടുത്തോളൂ. അപ്പോൾ അതാ വെള്ളമൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കൊന്ന് ഫ്ലെയിം കുറച്ച് കൊടുക്കാം കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ കൈമിലേക്ക് ആ വെള്ളം തിളച്ചത് കൊണ്ട് തെറിക്കും. അപ്പോൾ അരിയൊക്കെ കഴുകിയിട്ട് അതിലിട്ട് കൊടുത്തിട്ടുണ്ട്. അരി ഇട്ട് കൊടുത്താൽ അപ്പോൾ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കണേ, അല്ലെങ്കിൽ അത് ഇങ്ങനെ അടി പിടിക്കും, അല്ലെങ്കിൽ പിന്നെ കട്ട പിടിച്ച പോലെയാവും. ഇനിയിപ്പോൾ അതാ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പിട്ടതിൻ്റെ ശേഷം ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ നെയ്ച്ചോറ് വെക്കാൻ എല്ലാവർക്കും അറിയാം. എന്നാലും ഇതൊന്നും കാണിച്ച് തന്നില്ലെങ്കിൽ ഇനിയിപ്പോൾ നിങ്ങൾക്ക് അറിയാത്തവരുണ്ടെങ്കിലോ അത് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ അത് ഒന്ന് ഉപ്പൊക്കെ ഒന്ന് സെറ്റായി വരുമ്പോൾ നമുക്ക് കുറച്ച് നെയ്യും കൂടി ഒഴിച്ച് കൊടുക്കുക. നമ്മൾ വഴറ്റുമ്പോഴൊന്നും നെയ്യ് ഒഴിച്ചിട്ടില്ലല്ലോ. അപ്പോൾ കുറച്ച് നെയ്യ് ഇട്ട് കൊടുത്താൽ മതി. നമ്മുടെ 1/2 kg ഉണ്ടല്ലോ. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുക. ഒന്ന് ഇടയ്ക്ക് നോക്കണം കേട്ടോ, അല്ലെങ്കിൽ അടി പിടിക്കും. അപ്പോൾ ആയി വരുന്നുണ്ട്. നമ്മൾ നോൺ സ്റ്റിക്കിൻ്റെ ഇതിലൊന്നും അല്ലല്ലോ വെച്ചേക്കുന്നത്. കാരണം ഒന്ന് ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കണം. അത് വിചാരിച്ചിട്ട് എപ്പോഴും ഇളക്കിയിട്ട് ആ റൈസ് ഒന്നും പൊട്ടിച്ച് ഇതാക്കിയിരുന്നിട്ട് നമ്മൾ ഇളക്കണതിനനുസരിച്ച് ചോറ് ഇങ്ങനെ പൊട്ടി വരും. അതങ്ങനെ ചെയ്യരുത്. ഒന്ന് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ഞാനിത് അടച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിന് ഫ്ലെയിമൊക്കെ ഒന്ന് കുറച്ച് കൊടുത്തിട്ട് സിമ്മിലാക്കിയിട്ടാണ് വെച്ചേക്കുന്നത്. അപ്പോഴത്തേനും നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരി ഒന്ന് വറുത്തെടുക്കുക. അപ്പോൾ നെയ്യാണ് ഒഴിച്ച് കൊടുത്തേക്കുന്നത്. നെയ്യിൽ തന്നെയാണ് കേട്ടോ. നെയ്യും ഓയിലും കൂടിയാണ്. അതിൽ കുറച്ച് അണ്ടിപ്പരിപ്പ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അതിലേക്ക് തന്നെ ഞാൻ കുറച്ച് മുന്തിരിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് റോസ്റ്റായി വന്നപ്പോൾ മുന്തിരി ഇട്ട് കൊടുത്തിട്ടുണ്ട്.
അപ്പോൾ ഇതിലേക്ക് നമ്മൾ അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്തെടുക്കുകയും ചെയ്യണമല്ലോ, വേറെ ഒന്നും അതിലേക്ക് എടുക്കണില്ല കേട്ടോ. നമ്മൾ ഉള്ളി പൊരിക്കുക അങ്ങനെയൊന്നും ചെയ്യണില്ല. അതൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ബിരിയാണിയാണല്ലോ. പിന്നെ ഉള്ളി പൊരിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്ക് ഇങ്ങനെ തന്നെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമ്മൾ മുന്നേ പറഞ്ഞ പോലെ അധികം പണികളൊന്നും ഇല്ലാതെ നമുക്കൊരു ബീഫ് ബിരിയാണി അതാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. കാരണം നമ്മൾ വയറ്റിലൊക്കെ ഇതിൽ ഇല്ലാണ്ടാക്കിയിട്ടുണ്ട്. ഇനി അതേ നെയ്യിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. ഇനി അത് സ്റ്റവ് ഓഫാക്കി വെക്കുക. അപ്പോഴത്തേനും നമ്മുടെ റൈസ് റെഡിയായി വന്നിട്ടുണ്ട്. നമ്മുടെ നെയ്ച്ചോറ് അടി പിടിക്കുകയൊന്നും ചെയ്തിട്ടില്ല. നല്ല റൈസായിട്ട് വിട്ട് ഒരു വറ്റ് തൊടാത്ത റൈസായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇങ്ങനെ ഉണ്ടാക്കാൻ പേരുള്ളവരാണെങ്കിൽ ഊറ്റിയെടുത്തോളാം. ഒരു 70% വെന്താൽ അരി ഊറ്റിയെടുത്തോളാം കേട്ടോ. ഇനി ഇതാ ബിരിയാണി ദമ്മുറിന പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാനിതാ ബീഫ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ കുറച്ച് വെള്ളമൊക്കെ ഉണ്ട്, അതൊക്കെ വറ്റി വന്നോട്ടെ. നമുക്കൊന്നും കൂടി അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഒരു 10-20 മിനിറ്റ് ആകുമ്പോൾ തന്നെ ഒന്ന് വറ്റി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി നമുക്ക് തുറന്ന് നോക്കി നോക്കാം. അപ്പോൾ അതാ ഒരുവിധം വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഇനി ഇതിൽ കോരിയെടുക്കാനുള്ളതാണ്, നമുക്ക് ദം ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ. അപ്പോൾ ഇതിൽ നിന്ന് നോക്കി ഇതുപോലെ ആയി വരണം കേട്ടോ. കുറച്ച് ചാറോടക്കനെ തന്നെ വേണം നമുക്ക് ദം ചെയ്യുമ്പോൾ മറ്റേ റൈസിലേക്കൊക്കെ ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് നല്ല മൂത്ത ബീഫാണ് കേട്ടോ. നമ്മൾ വിചാരിച്ച അത്ര അങ്ങോട്ട് വെന്ത് വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ വെന്തിട്ടുണ്ട് എന്നങ്ങനെ വെന്ത് ഉടഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നില്ല. നമ്മുടെ കുട്ടൻ ബിരിയാണിയൊക്കെ വെക്കുമ്പോൾ നന്നായി വെന്ത് ഉടഞ്ഞ് വരില്ല, അതുപോലെ ഒന്നും വെന്തിട്ടുണ്ടായിരുന്നില്ല. എന്നാലും ബീഫ് വെന്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ വേവിക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നല്ല മൂത്ത ബീഫൊക്കെ ആണെങ്കിൽ ഒരു 12 വിസിലടിക്കേണ്ടി വരും. അതിൽ നിന്ന് കുറച്ച് മസാല അവിടെ മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ള മസാല മീതെ കുറച്ച് റൈസ് ഇട്ട് കൊടുക്കാനുണ്ട്. നമുക്ക് ദം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ദം ചെയ്യണതൊക്കെ ഞാൻ മുന്നേ കാണിച്ചിട്ടുണ്ട്. ഇതിൻ്റെ മീതെ കുറച്ച് റൈസ് ഇട്ട് കൊടുക്കുക. ഇനി ആ റൈസ് എല്ലാ ഭാഗത്തേക്കും ആക്കണം കേട്ടോ. എല്ലാ ഭാഗത്തേക്കും ആയതിൻ്റെ ശേഷം നമ്മൾ ആ നെയ്യ് ഒഴിച്ച് കൊടുക്കുക. നമ്മൾ ആ വഴറ്റി വെച്ച മല്ലിയിലയും കൂടി ഉണ്ടല്ലോ, ആ നെയ്യ് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ച് കൊടുക്കുക. ഇനി നമുക്ക് ഒരു ചെറിയൊരു കളറ് കിട്ടണം. അപ്പോൾ ഞാനിവിടെ മഞ്ഞൾപ്പൊടി കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ആ മഞ്ഞൾപ്പൊടി വെള്ളം കൂടി ഒന്ന് ഒഴിച്ച് കൊടുക്കുക. ഇനി ഇതാ ഇതിൻ്റെ മീതേക്ക് നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരി ഇട്ട് കൊടുക്കുക കേട്ടോ. നമ്മൾ അണ്ടിപ്പരിപ്പും മുന്തിരി വറുത്ത് വെച്ചതും കൂടി ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തതിൻ്റെ ശേഷം ഇനി ആ ബീഫിൻ്റെ എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ അതും കൂടി ഇത് അതുപോലെ ഒഴിച്ച് കൊടുക്കുക. എല്ലാ ഭാഗത്തേക്കായിട്ട് ഒഴിച്ച് കൊടുക്കണം കേട്ടോ. എല്ലാ ഭാഗത്തായാലാണ് നമുക്ക് ആ റൈസിലൊക്കെ അത് പിടിച്ച് വരുള്ളൂ. അപ്പോൾ എല്ലാ ഭാഗത്തേക്കാക്കി ഇതാ വീണ്ടും ഇതുപോലെ തന്നെ നമ്മൾ റൈസ് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മളൊരു 3/4 കിലോൻ്റെ ബിരിയാണിയാണ് ഉണ്ടാക്കിയേക്കുന്നത്. അപ്പോൾ അതിനുള്ള അളവാണ് കേട്ടോ പറഞ്ഞു നിൽക്കുന്നത്. ബീഫ് 1 കിലോ ഉണ്ടെങ്കിലും അരി 3/4 കിലോനുള്ളൂ. ഇനി ഇതാ വീണ്ടും നമ്മൾ ആ നെയ്യിൻ്റെ ഒഴിച്ചതിൻ്റെ ശേഷം ആ ഒരു മഞ്ഞ കളർ ഉണ്ടല്ലോ, ആ വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്, മഞ്ഞൾപ്പൊടി കലക്കിയത്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ കുറച്ച് ബിരിയാണി മസാലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചെറുതായിട്ടൊന്ന് അതിൻ്റെ മീതൊന്ന് വിതറി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നെയ്യും കൂടി ഒഴിച്ച് കൊടുക്കുക. 6 kg കുറച്ചും കൂടി ഒഴിച്ച് കൊടുക്കുക. ഇനി അതിൻ്റെ മീത് അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഇട്ടതിൻ്റെ ശേഷം ഇതാ ഇതുപോലെ നമുക്കൊന്ന് അടച്ച് വെക്കാം കേട്ടോ. അപ്പോൾ അതിന് മൂടിയുള്ളൊരു പാത്രം ഉണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി വെച്ചിട്ടാണ് ഇങ്ങനെ മൂടി വെക്കുന്നത്. അതിൻ്റെ മീതൊരു വെയിറ്റ് വെച്ച് കൊടുക്കുക. നമ്മൾ ദമ്മിടാൻ വേണ്ടിയിട്ട് തീക്കനലല്ലോ. ഇതിൻ്റെ മുന്നേ ഞാൻ അടിയിലും മേലൊക്കെ തീക്കനലിട്ടിട്ട് ദം ചെയ്യണത് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് സ്റ്റൗമ്മ വെക്കാൻ പറ്റുന്നവർക്കുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ദം ചെയ്തിട്ട് എടുക്കുന്നത്. തരി പോലും ആവി പുറത്തേക്ക് പോകരുത്. ഇനി ഒരു 10-20 മിനിറ്റ് നേരം സിമ്മിൽ വെച്ചിട്ട് ഒന്ന് ഇതാക്കി കൊടുക്കുക കേട്ടോ. അടിയിൽ വേണമെങ്കിൽ നമുക്കൊരു പാത്രമൊക്കെ വെച്ച് കൊടുക്കാം. ഞാൻ അങ്ങനെ പാത്രമൊന്നും വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ഞാൻ നല്ല കുറച്ച് വെച്ചിട്ടാണ് സ്റ്റൗ കത്തിച്ചിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാ കുറേ കഴിഞ്ഞപ്പോൾ നമ്മുടെ റൈസൊക്കെ ഇതാ റെഡി ആയി വന്നിട്ടുണ്ട്. ഒരു 20 മിനിറ്റ് എന്തായാലും ദമ്മിൽ ഇടണം കേട്ടോ. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം. അടിയിലൊരു പാത്രമൊക്കെ വെച്ചിട്ട് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പേടിക്കാതെ തന്നെ ദമ്മിട്ടിട്ട് എടുക്കാം. നമുക്ക് അങ്ങനെ അടി പിടിക്കുമോ എന്നുള്ള പേടി ഉണ്ടെങ്കിൽ. അപ്പോൾ ഇതാ നമുക്ക് നല്ല ബീഫ് ബിരിയാണി ഇതവിടെ റെഡി ആയി വന്നിട്ടുണ്ട്. നമുക്കിനി ഒരു പാത്രത്തിലേക്ക് വിളമ്പിയിട്ട് കൂടി കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ കട്ട പിടിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഇനി നെയ്ച്ചോറ് ഉണ്ടാക്കാൻ പേടിയുള്ളവരൊക്കെ ആണെങ്കിൽ നമുക്കൊന്ന് ഊറ്റി എടുത്തിട്ടും ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ബീഫ് ബിരിയാണി നമുക്കിനി വഴറ്റണ്ട, അല്ലെങ്കിൽ കുറേ നേരം നിന്ന് പണിയെടുക്കൊന്നും വേണ്ട. ഇതുപോലെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതാ ഇപ്പം എല്ലാവരും ഇതുപോലെയാണല്ലോ ബിരിയാണി ഇങ്ങനെ എടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് കൊട്ടില്ലേ. അപ്പോൾ അതുപോലെ ഞാനും ചെയ്ത് നോക്കിയതാ, ശരിയായിട്ടൊക്കെ വന്നിട്ടുണ്ടല്ലേ. അപ്പോൾ അതാ ഒരു പാത്രത്തിലേക്ക് ഇതുപോലെ ബിരിയാണി കൊട്ടുമ്പോൾ ഉണ്ടല്ലോ നല്ല മണമാണ് കേട്ടോ. നമ്മുടെ വീട് മുഴുവൻ ഈ ബിരിയാണിയുടെ മണമാണ്. അപ്പോൾ എപ്പോഴും നമ്മൾ ചിക്കൻ ബിരിയാണി ഒക്കെ അല്ലേ ഉണ്ടാക്കുക. അപ്പോൾ ഇനി ബീഫ് കഴിക്കണവരൊക്കെ ആണെങ്കിൽ ഇതുപോലെ ഒന്ന് ബിരിയാണി ഉണ്ടാക്കി നോക്കി നോക്കും കേട്ടോ. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്നോട് ഒന്ന് പറയണേ. ഈ കാണാൻ ഭംഗിയുള്ള പോലെ തന്നെ ആയിരുന്നു കേട്ടോ. കഴിക്കാനും നല്ല രുചിയായിരുന്നു. ഞാൻ പറഞ്ഞില്ല, ബീഫ് ഒന്നും കൂടി വെന്ത് വരണം. നമ്മൾ കുട്ടൻ ബിരിയാണിക്ക് വേവണ പോലെ അതിൻ്റെ മാത്രം ഒരു കുറവുണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ ഈ ഒരു അച്ചാർ, ഈ അച്ചാർ ഞാൻ 5 മിനിറ്റിനുള്ളിൽ ഉണ്ടാക്കിയെടുത്തതാണ്. നല്ല ടേസ്റ്റാണ്. നമുക്ക് എന്താ പറയുക, വെറുതെ ഇരുന്ന് കഴിക്കാനും അടക്കം അത്രയും ടേസ്റ്റാണ്. അപ്പോൾ ഈ അച്ചാർ വേണമെങ്കിൽ പറഞ്ഞാൽ മതി. അപ്പോൾ അടുത്ത പ്രാവശ്യം ഞാൻ ഉണ്ടാക്കി കാണിച്ചു തരാം. ബിരിയാണിയുടെ കൂടെ നമുക്ക് എന്തായാലും ഒരു മധുരമുള്ള അച്ചാർ വേണം. എനിക്കിവിടെ നിർബന്ധമാണ് കേട്ടോ. ബിരിയാണിയുടെ കൂടെ ഒരു മധുരമുള്ള അച്ചാർ, ഒന്നല്ലെങ്കിൽ പുളിയിഞ്ചിയെങ്കിലും വേണം. അപ്പോൾ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കിയെടുത്തതാണ്. അപ്പോൾ അത് വീഡിയോ എടുക്കാനുള്ള സമയമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അതാ കച്ചമ്പറ്, പിന്നെ മല്ലിയില കുറവായിരുന്നില്ല. കാരണം ഉള്ള മല്ലിയില ഇട്ടിട്ട് ഒരു ചമ്മന്തി കൂടി അരച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതാ പപ്പടം ഇല്ലാതെ ബിരിയാണി കഴിക്കാൻ പറ്റില്ല അല്ലേ. എനിക്ക് പപ്പടം വേണം കേട്ടോ. അപ്പോൾ ഇനി ഇതെല്ലാം കൂടിയിട്ടാണ്ട് കൂട്ടി കുഴച്ചിട്ട് കഴിക്കുക. അപ്പോൾ അതാ അധികം പണികളൊന്നും ഇല്ലാത്ത ബിരിയാണി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. അതുപോലെ
ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും കമൻറ്റിൽ പറയണം കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇതാ നമുക്ക് നല്ല മൂത്ത ബീഫായ കാരണമാണ് ഇങ്ങനെയായിട്ട് വെന്ത് വന്നേക്കുന്നത്, അല്ലെങ്കിൽ നല്ല ഉടഞ്ഞു വരും. അപ്പോൾ ആ ഒരു കുറവ് ഈ ബിരിയാണിക്ക് ഉണ്ട് കേട്ടോ. എൻ്റെ ബീഫ് അത്ര വെന്തിട്ടുണ്ടായിരുന്നില്ല. വെന്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് കഴിക്കാനുള്ള വേവ് ഉണ്ടായിരുന്നു, എന്നാലും ബിരിയാണിക്ക് ഉടഞ്ഞു വരുന്ന ഒരു വേവ് ഉണ്ടായിരുന്നില്ല. അത് ഇതിൻ്റെ നെഗറ്റീവ് തന്നെയാണ്. അപ്പോൾ ഞാൻ എല്ലാം നല്ലത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ബീഫ് കുറച്ച് വേവ് കുറവായിരുന്നു. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ ബീഫ് നന്നായിട്ടൊന്ന് വേവിച്ചോളൂ. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ. ഇൻഷാ അല്ലാഹ് ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. ഇഷ്ടപ്പെട്ടാലില്ലെങ്കിലും പറയണേ.